ഓക്കെ. അതായത് ഒരുപാട് പേർക്ക് ഈ സമയത്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ റിസ്ക് ഉണ്ട് എന്ന് കേട്ടു. പക്ഷെ ക്ലാസ് മിസ്സാക്കാനും പറ്റില്ല. അതുകൊണ്ട് റെക്കോർഡിംഗ് അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റെക്കോർഡിംഗ് റെഡിയാക്കുകയാണ്. എന്നാൽ നിങ്ങൾ എല്ലാവരും കഴിയുന്നത്ര ദിവസങ്ങളിൽ സജീവമായി അരമണിക്കൂറേ ഉള്ളൂ. അലാറം വെച്ച് 3 മണിക്ക് തുടങ്ങും, 3:30-ക്ക് നിർത്തും. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ല. കണിഷ്ഠമായി നമ്മൾ പാലിക്കും. നോക്കാം നമുക്ക് അങ്ങനെ അങ്ങനെ 10 ദിവസം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന്. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ റിസ്ക് ആയിരിക്കും, സൗണ്ട് ഓൺ ചെയ്യാനും റിസ്ക് ആയിരിക്കും. എന്നാൽ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പ്രയാസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഉമ്മമാര് ആണ് കാര്യമായി കണ്ടത്, പിതാക്കളെയും കണ്ടു. അപ്പൊ ഞാൻ ഉമ്മമാരോടുള്ള ചോദ്യമാണ്, മാതാക്കളോടുള്ള ചോദ്യമാണ്. ഒരു മാസമായി, കഴിഞ്ഞ ജൂൺ മാസം എന്റെ മക്കളെ ഒറ്റ നിൽക്കും ഞാൻ വഴക്ക് പറഞ്ഞില്ല എന്ന് ഉറപ്പുള്ള ആളുകളൊന്ന് യെസ് ഒന്ന് കമന്റ് ചെയ്യും. ഒരു യെസ് മാത്രം ഇട്ടാലും മതി. ഒരു മാസം ജൂൺ മുതൽ ജൂൺ 30 വരെ, 1 മുതൽ 30 വരെ ദിവസം എന്റെ ഒരു കുഞ്ഞിനെ പോലും ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്ന ഉറപ്പുള്ളവർ ഒന്ന് കമന്റ് ചെയ്യും. ആരെങ്കിലും ഒരാളുണ്ടോ? ഇല്ല, ഇല്ല. അപ്പോ ഈ ട്രെയിനിങ് നിങ്ങൾക്കുള്ളത് മാത്രമല്ല, നിങ്ങളിൽ നിന്നും നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്താനുള്ള ട്രെയിനിങ് ആണ്. അതങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് പ്രയാസമായി തോന്നണ്ട. നിങ്ങളും ഫ്രീ ആവും, നിങ്ങളുടെ മക്കളും ഫ്രീ ആവും. അതിനുള്ള ചില ടിപ്സുകളാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ അതിൽ എന്റെ കുഞ്ഞിന് എത്ര പ്രായം എന്നത് ചോദ്യമേ ഇല്ല. അത് ചെറിയ കുഞ്ഞായാലും ആ കുഞ്ഞങ്ങ് വലുതായി വലുതായി 75 വയസ്സായ മോനാണ് അല്ലെങ്കിൽ മോളാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും, നിങ്ങൾക്ക് 90 വയസ്സായിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങൾക്കും കൂടെ ഉള്ളതാണ്. ഒരു പക്ഷെ നമ്മളൊക്കെ നമ്മളെ വളർത്തിയ മാതാപിതാക്കളെ നമ്മൾ കണ്ടു വളർന്നവരാണ്. മാതാപിതാക്കളെ കണ്ടു വളർന്നു, അവരെ കേട്ടു വളർന്നു, അവരെ അനുഭവിച്ചു വളർന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളോട് ഏത് നിമിഷവും നമ്മൾ വളരെ പെട്ടെന്നായിരിക്കും ഇതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന മാതാവിന്റെ മറ്റൊരു മുഖം, പിതാവിന്റെ മറ്റൊരു മുഖം സെക്കൻഡ് കൊണ്ട് നമ്മളൊക്കെ മക്കളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയും ടെൻഷനിലാണ് നമ്മളൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ രാവിലെ ഒരു 7 മണി മുതൽ നമ്മൾ യുദ്ധം തുടങ്ങുകയാണ്. കുട്ടി സ്കൂൾ വാഹനത്തിൽ കയറുന്നത് വരെ അല്ലെങ്കിൽ സ്കൂളിൽ എത്തുന്നത് വരെ നമ്മളൊരു യുദ്ധത്തിലായിരുന്നു. ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സ്വസ്ഥമായി ഇരിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മൾ 2 ഫോൺ ഉണ്ടായപ്പോൾ ഒരു ഫോൺ കുട്ടിക്ക് കൊടുത്തു, നമ്മൾ ഫ്രീ ആയി നമ്മൾ പഠിക്കാനിരുന്നു. അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇതേ ക്ലാസ്സിലേക്ക് നിങ്ങൾ മക്കളെ കൊണ്ടുവരികയാണെങ്കിൽ മക്കൾ പറയും, ഞങ്ങൾ അടങ്ങിയിരുന്നോളാം, ഞങ്ങളെ ഉമ്മാനെ അല്ലെങ്കിൽ മാതാവിനെ കുറച്ചു നേരം കൂടി നിങ്ങളൊന്ന് പഠിപ്പിച്ചു കൊടുക്കി എന്ന് പറയുന്ന മക്കളെയും നമ്മൾ കാണാറുണ്ട്. രക്ഷിതാക്കൾക്കുള്ള മീറ്റിംഗ് സ്കൂളുകളിലൊക്കെ നടക്കുമ്പോൾ അവിടെ പോയാൽ മക്കളോട് പറയാറുള്ളത്, സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഇത്തിരി നേരം മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ മാതാവ് നിങ്ങളോട് പിന്നെ വഴക്ക് വല്ലാതെ പറയില്ല എന്ന് പറയും. ആ ഒരൊറ്റ ഡയലോഗ് മതി കുട്ടികൾ മുഴുവൻ, എത്ര കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും അവർ ശാന്തമായി അവിടെ ഇരിക്കും. ഈ ലോകത്ത് ഒരേ ഒരാൾ മാറിയാൽ ആ കുട്ടികൾ ഹാപ്പിയോ? ആരാണ്? ഒന്നുകിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ്. രണ്ടുപേരും കൂടെ കുട്ടികളെ വളരെ പവർഫുൾ ആയി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് മികച്ച കുട്ടികളാവും. ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവും ഫാനുകൾ അല്ലെങ്കിൽ ലൈറ്റുകളൊക്കെ. അതിന് 2 വയറാണ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവുക. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ് പറയും. പോസിറ്റീവിന് കറണ്ട് ഉള്ളതിന് നമ്മൾ ചുവപ്പ് കൊടുക്കും, ഇല്ലാത്തതിന് നമ്മൾ കറുപ്പ് കൊടുക്കും. അതായത് 2 വയറുകൾ, ഇനി ഏത് കളറാവട്ടെ, കളർ വിഷയമല്ല. ഇതിൽ രണ്ടിൽ ഒരു വയറ് ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ ഫാന് വർക്ക് ചെയ്യുന്നില്ല എന്ന് കംപ്ലൈന്റ് കൊടുത്താൽ, ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പരാതിപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണ് നമ്മളിൽ പല ആളുകളും കുട്ടിക്കെതിരെ കേസ് പറയും. ചില ഇപ്പൊ കൗൺസിലിങ്ങിന് ടീച്ചർ പറഞ്ഞ പോലെ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ മിക്കവാറും കുട്ടികളുടെ കേസ് വരുന്നത് പറഞ്ഞാൽ അനുസരണ ഇല്ലാന്നാണ്. ആ കുട്ടിക്ക് എത്ര വയസ്സെന്ന് ചോദിച്ചാൽ അത് ആകെ ഒരു വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ. 6 മാസമായ കുഞ്ഞു പോലും മാതാവ് പറഞ്ഞ അനുസരിക്കാത്ത കുട്ടികളുടെ കേസുകൾ വരാറുണ്ടാവും. കുട്ടിക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായത്തിലേക്ക് എത്തട്ടെ എന്ന് പറയും. ശരിക്കത് മാതാവിനെയോ അല്ലെങ്കിൽ പിതാവിനെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളെയോ ഒക്കെ കോപ്പി ചെയ്യാന്നതിന് പറയും, മോഡലിംഗ് ചെയ്യുക. ഈ 6 മാസം പ്രായമായ കുഞ്ഞ് എന്തൊക്കെയോ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നില്ലേ? ആ മനസ്സിലാക്കുന്നെങ്കിൽ നമ്മൾ ഈ പറയപ്പെട്ട ഏറ്റവും പ്രയാസമുള്ള 56 അക്ഷരങ്ങളും ജില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ഉള്ള മലയാള ഭാഷ സംസാരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അറിയുമെങ്കിൽ തിരിച്ചറിയണേ നമ്മളെ മക്കൾ അതിബുദ്ധിയുള്ള കുട്ടികളാണ്. അപ്പൊ ആ അതിബുദ്ധിയുള്ള കുട്ടികൾക്ക് നമ്മൾക്ക് കിട്ടിയ അതേ പാരന്റിങ് മതിയാവില്ല.
നമ്മളോട് മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കും. മാതാവിനെയും പിതാവിനെയും അനുസരിച്ച് നമ്മൾ നിൽക്കും. ഇപ്പത്തെ കുട്ടിയോട് മിണ്ടാതിരണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് കുട്ടി ആക്റ്റീവ് ആവുക. നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് ആ കുട്ടിയേക്കാൾ വലിയ ശബ്ദം വിട്ടിട്ടാണ് അത് നമ്മുടെ കൂട്ടത്തിലുള്ള അധിക മാതാവും പിതാവും ആ കുട്ടിയെ അടിച്ചൊതുക്കുന്നത്. എന്നാൽ ഇതേ കുട്ടികളെ ഈ സ്കൂളിലേക്ക് അയച്ചാൽ അവിടെ 50-60 കുട്ടികളുള്ള ക്ലാസ്സിലേക്ക് ഒരൊറ്റ അമ്മയായ ഒരു ടീച്ചർ മതി. പക്ഷെ ഈ അമ്മയായ ടീച്ചർക്ക് പ്രത്യേകത ഉണ്ട്. സ്വന്തം കുട്ടിയെ അവിടെ നമ്മൾ പരാജയമായിരിക്കും. നാട്ടുകാരെ കുട്ടികളെ നോക്കാൻ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ എവിടെയാണ് ആ പ്രശ്നം ചോദിച്ചാൽ, എന്റേതെന്ന് തോന്നുമ്പോ ഒരു ഇത്തിരി അഹങ്കാരം കൂടും. അത് എനിക്കായാലും നിങ്ങൾക്കായാലും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കുട്ടികളെ അടിച്ചൊതുക്കിയോ അല്ലെങ്കിൽ ശകാരിച്ചോ ഒക്കെയാണ് ശീലമുള്ളത്. എന്നാൽ അതേ സമയത്ത് ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരൊറ്റ വാക്ക് പറയാണ്. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ കുട്ടിയെ ശ്രദ്ധിക്കുക. എങ്ങനെ ശ്രദ്ധിക്കുക? കേൾക്കാനുള്ള മനസ്സ് കൊടുക്കുക. നമുക്ക് 2 ചെവി തന്നിട്ടുണ്ട്. 2 ചെവി നിങ്ങൾക്കുണ്ടോ? 2 ചെവി. നാം ഒന്നേ ഉള്ളൂ. പറയുന്നതിനേക്കാൾ ഡബിൾ കേൾക്കണം എന്നർത്ഥം. നാം ഒന്ന്, നാം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ കേൾക്കുമ്പോ നിങ്ങൾ 2 കാത് കൊടുത്ത് കേൾക്കുക. ഞാൻ ഏതായാലും നിങ്ങളോട് ചോദിച്ചു, 1 മാസമായി നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ശകാരം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചീത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അടി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യമാണ്, നിങ്ങളുടെ കുട്ടിയുടെ കണ്ണ് കണ്ടിട്ട് നിങ്ങൾ എത്ര ദിവസമായി? കുട്ടിയെ കണ്ടോന്നല്ല ചോദ്യം. ഈ കണ്ണിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് എത്ര ദിവസമായി എന്നാണ് ചോദ്യം. ആ സംസാരത്തിന് വളരെ വാല്യൂ ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളെ ക്യാമറയിൽ നോക്കിയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ട്. അത് ഞാൻ തല താഴ്ത്തി സംസാരിക്കുകയാണെങ്കിൽ അത് വേറെ ഫീലിംഗ് ആണ്. അപ്പൊ നിങ്ങളുടെ മക്കളുടെ കണ്ണ് നിങ്ങൾ നോക്കിയിട്ട് ഇത്തിരി നേരം കണ്ണിലേക്ക് നോക്കി. ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ ഭർത്താവിന്റെ കണ്ണിലേക്ക് നോക്ക്. കഥ മാറും. അടുത്ത കുട്ടികളുടെ പാരന്റിങ് നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കണ്ണാണ് ജീവന്റെ ആത്മാവിന്റെ തുടിപ്പ് എന്നുള്ളത്. അതിലേക്ക് നമ്മൾ നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ന മാതാവ് അല്ലെങ്കിൽ പിതാവ്, ഞാൻ എന്ന കുട്ടിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആത്മാവിന്റെ കണക്ഷനിന്റെ ഏറ്റവും വലിയ പവർഫുൾ ആയ ടൂളാണ് ഈ കണ്ണ്. കണ്ണിൽ നോക്കി ഇരിക്കുക. കുട്ടി പറയട്ടെ, നമ്മൾ കേൾക്കട്ടെ. ആ ഹൃദയം കൊണ്ട് കേൾക്കുന്ന ഫീലിംഗ് ഉണ്ടാവും. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭർത്താവിന് ഭാര്യയോടോ അടിപിടി കൂടിയേ മതിയാകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ഗൗനിക്കേണ്ടത് നിങ്ങളെ മക്കൾ ആ പരിസരത്തുണ്ടോ എന്നാണ്. ആ കുട്ടി ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ആ പിതാവിനെയാണ്. അതുപോലെ ആ കുട്ടി ഇനി ജീവിതകാലം മുഴുവനും, അമ്മ മരിച്ചാലും ശരി, കുഞ്ഞു ബഹുമാനത്തോടെ ഓർക്കേണ്ട ഒരു പേരുകളാണ് ഈ മാതാവിന്റെ പിതാവ്. അതുകൊണ്ട് തന്നെ മാതാവിന്റെ അഭിമാനം പിതാവിന്റെ കയ്യിലാണ്, പിതാവിന്റെ അഭിമാനം മാതാവിന്റെ കയ്യിലുമാണ്. മക്കളെ മുമ്പിൽ വെച്ചിട്ട് അടിപിടി കൂടുകയോ കയ്യിലെടുത്ത് സംസാരിക്കുകയോ ചെയ്യരുത്. അപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ കടിഞ്ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടമാവും. മാതാവ് ഗർഭിണിയായ സമയത്ത് പിതാവ് വളരെയധികം ഷൗട്ട് ചെയ്തു എന്ന് കരുതിക്കോളൂ. എന്നാൽ ഈ പ്രസവിച്ച ശേഷം ഈ കുഞ്ഞ് അതിനേക്കാൾ കയർത്ത് സംസാരിക്കുന്ന കുഞ്ഞായിരിക്കും. ഈ ഗർഭിണിയായ സമയത്ത് ഭർത്താവിന്റെ വീട്ടിലാണ് ഞങ്ങൾ മലപ്പുറം ഭാഗത്തുള്ള ആളുകളൊക്കെ താമസിക്കാറുള്ളത്. ഗർഭിണിയായി പ്രസവിക്കുന്ന സമയമാകുമ്പോഴാണ് സ്വന്തം വീട്ടിലേക്ക് പോവുക. ഒരു 8-8 മാസമൊക്കെ വരിക. പക്ഷെ ഈ ഒരു കാലഘട്ടമുണ്ടല്ലോ, ഭർത്താവിന്റെ ബീജം അണ്ടത്തിൽ പ്രവേശിച്ച അന്ന് മുതൽ നമ്മൾ ഈ കാര്യം ഗൗനിക്കണമെന്നാണ്. ഏത് കുഞ്ഞ് കേൾവിയാണ് ആദ്യം ഉണ്ടാകുന്നത്. സംഭവം ബീജമേ ഉള്ളൂ, ശുക്ലമേ ഉള്ളൂ, അണ്ടമേ ഉള്ളൂ. ഇന്നോ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് നമുക്കുണ്ടോ എന്ന് മാതാവിന് പോലും അറിയണമെങ്കിൽ ഒരുപക്ഷെ മാസങ്ങൾ വേണ്ടി വരും. പക്ഷെ നിങ്ങൾ അന്ന് മുതൽ സംസാരിക്കുന്ന സംസാരങ്ങൾ ഈ കുട്ടികൾക്ക് പരിചിതമായിരിക്കും, കേൾവി സ്ട്രോങ് ആയിരിക്കും. അപ്പോ ഒരു മാതാവും പിതാവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും പവർഫുള്ളായ ഒരു റിസൾട്ടാണ് നിങ്ങളെ കുഞ്ഞ് ഈ ഭൂലോകത്തേക്ക് ജനിക്കുക. പോകുന്ന ആ നിമിഷം ഗർഭിണിയായ കുറെ പേര് നമ്മളെ കൂടെ ഉണ്ടെന്ന് അറിയാം. അവിടെ മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ 70 വയസ്സായ മക്കളെ നോക്കുന്നത് വരെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ മാത്രമാണ് ഈ ഒരു 10 ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഈ കുട്ടിയോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം,
കുട്ടിക്ക് എങ്ങനെ നല്ലൊരു മാതാവിനെ കൊടുക്കാം, നല്ലൊരു മക്കളെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ വളർത്തിയെടുക്കാം, ആ കുഞ്ഞിന് വേണ്ട പരിപാലനങ്ങൾ നല്ല ട്രെയിനിങ് കൊടുക്കാം എന്നൊരു സെഷനാണ് നമ്മൾ ഈ 10 ദിവസം കൊണ്ട് തുടങ്ങുകയാണ്. ഇതിന് ഉപരിപഠനം വേണം ശരിക്കും. അത് വേണമെന്ന് തോന്നുന്നവർക്ക് വീണ്ടും നമുക്ക് തുടരാം. ഇപ്പൊ നമുക്ക് കുറഞ്ഞ ഫീസ് വെച്ച് ഈ കുറഞ്ഞ ഒരു സമയം കൊണ്ട് കുറെ അധികം കാര്യങ്ങളുടെ ഒരു ആകത്തുക മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തി പോലും ചെയ്യാതെ നേരെ സബ്ജക്റ്റിലേക്ക് കയറിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മക്കളെ നിങ്ങൾ വളർത്തുന്നു എന്ന ഫീലിംഗ് നമുക്ക് വേണം. നിങ്ങളിൽ പല ആളുകൾക്കും അല്ലെങ്കിൽ നമ്മിൽ പല ആളുകൾക്കും അപ്രതീക്ഷിതമായി കിട്ടിയ കുട്ടികളാണ്. ആ കുട്ടിയെ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് അയ്യോ പെട്ടു എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടാവും, കുടുങ്ങി എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അല്ലെ? അങ്ങനെ പറഞ്ഞ ആളുകൾ ഇപ്പൊ പോസിറ്റീവായി അല്ലെങ്കിൽ പ്രശ്നത്തിലായി എന്നൊക്കെ പറയുന്ന ഈ വാക്കുകളൊക്കെ നമ്മളെ കുഞ്ഞ് കേൾക്കുന്നുണ്ട്. അതായത് ആ വാക്കുകൾക്ക് അർത്ഥം കുട്ടിക്ക് അറിയില്ലെങ്കിലും യെസ്, ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ഭയമുണ്ട്, അല്ലെങ്കിൽ ഒരു വെറുപ്പുണ്ട്. ഒന്നുകിൽ ഭയം അല്ലെങ്കിൽ വെറുപ്പ്. ഇത് അതേ സമയത്ത് വെറുപ്പായാലും അല്ലെങ്കിൽ ദേഷ്യമായാലും അല്ലെങ്കിൽ എന്താ പറയാ പേടിയായാലും പകയായാലും ഈ സാധനം വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഹോർമോൺ വ്യതിയാനം വരും. ദേഷ്യം വന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് ദേഷ്യം വന്നത്, പക്ഷെ ഉള്ളിൽ എന്ത് ചെയ്യും? ആ ദേഷ്യവുമായി ബന്ധപ്പെട്ട ഹോർമോണുകൾ വരും. സന്തോഷമാണെങ്കിൽ അതിന്റെ ഹോർമോൺ വരും. അപ്പൊ സങ്കടത്തിന്റെ ദേഷ്യത്തിന്റെ ഈ ഹോർമോൺ വന്നതോടുകൂടെ കുട്ടിക്ക് മനസ്സിലാകും യെസ് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. അത് സ്ഥിരമായി വരികയാണെങ്കിൽ പിന്നെ കുട്ടി ഭയപ്പെടും, എന്റെ മാതാവിന് ഇഷ്ടമില്ല. നമുക്കറിയാം, നിങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബ് കണ്ട ആളുകളായിരിക്കും, അബോർഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗർഭപാത്രത്തിലേക്ക് കത്രിക കയറ്റുമ്പോൾ ചെറിയ കുഞ്ഞിന് ഇത് കത്രികയാണെന്നും എന്നെ കൊല്ലാൻ വരികയാണെന്നും ഈ കുഞ്ഞിന് എങ്ങനെ അറിയാം? ആ കത്രികയിൽ നിന്ന് മുന്നിൽ നിന്ന് കുട്ടി ഓടുന്ന വീഡിയോ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണും. അബോർഷൻ ചെയ്യുന്ന സമയത്ത് സ്കാനിങ്ങിൽ നോക്കിയത് ഞാൻ ആദ്യം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ കുഞ്ഞിന് മനസ്സിലാകും, കുഞ്ഞിന് എല്ലാം അറിയാം എന്ന്. സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല, എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ 6 മാസമാകുമ്പോഴേക്കും നമ്മൾ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കി നമ്മളോട് പ്രതികരിക്കാൻ കുഞ്ഞിന് കഴിയും. അപ്പോ പ്രിയപ്പെട്ട അമ്മമാരെ, അച്ഛന്മാരെ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വളർത്തുകയാണ് കുഞ്ഞുങ്ങളെ. നമ്മളെക്കാൾ നമ്മൾ ജീവിച്ച സമയത്തുള്ള സാഹചര്യങ്ങളല്ല, ഇപ്പോ 80-ല് ജീവിച്ച ആളുകളുടെ സാഹചര്യമല്ല 2024-ലെ കുഞ്ഞിന്, 26-ലെ കുഞ്ഞിന് അതുമല്ല. അപ്പൊ 24-ല് നമുക്കൊരു ട്രെയിനിങ് കിട്ടിയിരുന്നു. മൂത്ത കുട്ടിയെ വളർത്തുന്നത് പോലെ ആവില്ല രണ്ടാമത്തെ കുട്ടിയെ വളർത്തുന്നത്. 2 കുട്ടികളെ വളർത്തിയ അമ്മയാണ് ഞാൻ. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താവില്ല, മൂന്നാമത്തെ കുട്ടിയെ വളർത്താൻ നമുക്ക് പറ്റില്ല. കാരണം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരിക്കും ആ കുഞ്ഞ്. കാരണം ഒന്നാമത്തെ കുഞ്ഞാവുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ കെയർ കൊടുക്കും. രണ്ടാമത്തെ കുഞ്ഞിനെ ആവുമ്പോഴോ അത്ര വലിയ കെയർ ഉണ്ടാവില്ല. അപ്പോ മൂന്നാമത്തെ കുഞ്ഞാവുമ്പോൾ കുറച്ചു നേരം കെയർ കൊടുക്കാൻ, കാരണം നമുക്കതൊക്കെ ശീലമായി മാറിയിട്ടുണ്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കുട്ടികളെ വരച്ച വരയിൽ നിർത്താം എന്നൊക്കെ അറിയാം. അതുകൊണ്ട് ആ വരച്ച വരയിൽ 1ഉം 2ഒക്കെ നിന്നേക്കാം, പക്ഷെ മൂന്നാമത്തെ നിന്നേക്കില്ല. അത് തലമുറ മാറി. അതായത് ഓരോ ദിവസവും പുതിയ പുതിയ രീതിയിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അതായത് 2 കൊല്ലം മുമ്പ് ഞാൻ പാരന്റിങ് കോഴ്സ് എടുത്തിരുന്ന മൊഡ്യൂളുമായിട്ടൊന്നും നിങ്ങളെ മുന്നിൽ വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇപ്പോഴത്തെ കുട്ടിക്ക് ഇത് പോരാ. കാരണം കഴിഞ്ഞ 10 വർഷം മുമ്പ് നന്നായി പഠിച്ചിരുന്ന കുട്ടികളുണ്ട്. 10 വർഷം മുമ്പ് നന്നായി പഠിച്ചിരുന്ന 1-ാം ക്ലാസ്സിലും LKG-യിലും UKG-യിലും ഒക്കെ വളരെയധികം മാർക്ക് വാങ്ങിയിരുന്ന കുട്ടികൾ ഇപ്പൊ അവർ 10-ാം ക്ലാസ്സിലും +2-നൊക്കെയാണ്. നേരെ തിരിച്ചാണ്. അന്ന് ഏറ്റവും ടോപ്പിലായ കുഞ്ഞ് ഇന്ന് വളരെ താഴ്ന്ന നിലവാരത്തിലാണ് പഠനത്തിലുള്ളത്. കാരണം ആ കുട്ടിയുടെ മനോഭാവം മാറിയിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കവർ ചെയ്ത് പോരണം. അപ്പൊ അമ്മ എന്ന ഞാൻ, അച്ഛൻ എന്ന ഞാൻ ഈ കുട്ടിയെ വളർത്തുന്നതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നമ്മൾ പറയും അത് അച്ഛന്റെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ അമ്മയുടെ ഡ്യൂട്ടിയാണ്, ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്, അപ്പൊ അതുകൊണ്ട് ഡ്യൂട്ടി നോക്കാൻ കുഞ്ഞിനെ വളർത്താൻ ഞാൻ പുറത്തുള്ള ആളെ ഏൽപ്പിച്ചിരുന്നു. അല്ല, നമുക്ക് എപ്പോഴാണ് കിട്ടുന്ന സമയം, ആ കിട്ടുന്ന സമയം കുട്ടിയോടൊപ്പം ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രം മതി. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് ഡോക്ടേഴ്സ്, ഭർത്താവും ഡോക്ടറാവും, ഭാര്യയും ഡോക്ടറാവും, പക്ഷെ മക്കൾ വളർന്നാൽ അവരും ഡോക്ടറാവുള്ളൂ. അപ്പൊ അവരെപ്പോഴാ പഠിക്കുന്നത്? അതിനാണ് ക്വാളിറ്റി ടൈം എന്ന് പറയും. ക്വാളിറ്റി ടൈം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വാക്കാണ് ഇന്ന് ഞാൻ പറയുന്നത്, ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാതാവും പിതാവും എല്ലാം മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനങ്ങൾ പറഞ്ഞ് മൈൻഡ് തുറന്ന്, ആ കുട്ടികൾക്ക് ആ ഒരു സമയമാണ് ജീവിതത്തിലെ ഏറ്റവും വാല്യൂ ഉള്ള സമയമെന്ന് തിരിച്ചറിയുന്ന വിധത്തിൽ
നമുക്കും ഏറ്റവും സന്തോഷമുള്ള സമയമാണെന്ന് തിരിച്ചറിഞ്ഞ് കുട്ടി ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഇത്തിരി നേരം ഇരിക്കാൻ കഴിയണം. പറ്റുമെങ്കിൽ ദിവസവും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, പറ്റുമെങ്കിൽ ഒരു ദിവസം, എല്ലാ ഡെയിലി അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ, എത്രത്തോളം കഴിയുമോ അത്രത്തോളം നിങ്ങൾ ഈ ക്വാളിറ്റി ടൈം നിൽക്കണം. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഫോൺ ഉണ്ടാവാൻ പാടില്ല. നമ്മള് പുറത്ത് ധരിക്കുന്ന ഷൂ അവിടെ ഒരു വെക്കാറുണ്ട്, പുറത്ത് ഷോക്കേസിൽ വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഷൂ കേസിൽ വെക്കാറുണ്ട്. ഇതേപോലെ ഷൂ കേസ് പുറത്താണ് വെക്കാറുണ്ട്. എത്രയോ വില കൂടിയ ഷൂകളൊക്കെ പുറത്ത് വെക്കുന്നു. ഇതുപോലെ നമ്മുടെ ഫോണിനെയും പുറത്തൊരു വെക്കണ്ട, ആരെങ്കിലും കൊണ്ടുപോകുള്ളൂ. ഷോക്കേസിലേക്ക് ഇന്ന് മാറ്റി വെച്ച് സൈലന്റ് മോഡിൽ വെച്ച് നമുക്ക് ആരെ വിളിച്ചു നമുക്ക് കാണാലോ, തിരിച്ചു വിളിക്കാലോ. ഇവിടെ ക്വാളിറ്റി ടൈമാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ, ഞാനും മക്കളും പാടെ ഒരുമിച്ച് സംസാരിക്കുകയാണെങ്കിൽ വിളിക്കും. അപ്പൊ ഫാമിലി ടൈം ആണോ എന്ന് ചോദിക്കും. അതേന്ന് പറഞ്ഞാൽ ഉടനെ കട്ട് ചെയ്യല. ഇങ്ങനെ ടൈമിന് വാല്യൂ കൊടുക്കുക, ഫോൺ എടുക്കാതിരിക്കല്. കുട്ടികളോടൊപ്പം ചിരിച്ച് കളിച്ച് വർത്തമാനം പറയാനുള്ള സമയം കാണും. അങ്ങനെ സമയം കിട്ടിയെങ്കിലേ നമ്മളും നമ്മളെ കുട്ടിയും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാവും. ആ കുട്ടിക്ക് ചെറിയ കുഞ്ഞാവട്ടെ വലിയ കുഞ്ഞാവട്ടെ, നമുക്കിപ്പോ നേരത്തെ പറഞ്ഞ പോലെ 4 മക്കളുണ്ട്. ആ 4 മക്കൾ, മൂത്താമ ആൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ചെറിയ കുഞ്ഞ് നമ്മളെ മടിയിലുണ്ട്. ഇതിനിടയിലുള്ള കുട്ടികൾ അതിന്റെ ഇടയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ചെറിയ കുഞ്ഞിനെ തൊടാറുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ തൊടുമോ? തൊടില്ല. ആ തൊടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ കുട്ടിയും നമ്മൾ തമ്മിലും അകന്നു എന്നാണ്. ടച്ചിങ്സ്, തൊടൽ നിർബന്ധമാണ്. ഇത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ആ, താങ്ക് യു. ഉമ്മയെ വിളിക്കുന്നത് നല്ല സന്തോഷമുള്ള വാക്കായിട്ടോ. നല്ല സമയമാണ്. പരമാവധി നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചോളൂ, റെക്കോർഡിംഗ് ഉള്ളതാണ്. അപ്പൊ മക്കളെ തൊടാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നത് വളരെ വാല്യൂ ഉള്ളത്. നമ്മൾ ഇപ്പൊ 50, 60 പ്രായമായ രക്ഷിതാക്കൾ പക്ഷെ നമ്മളെ കൂടെ ഉണ്ടാവാം. അവരുടെ മാതാവോ പിതാവോ വീട്ടിലുണ്ടെന്ന് വെക്കാം. ഞാനിപ്പോ എന്റെ മാതാവിന്റെ അടുത്ത് പോയിട്ട് 80 വയസ്സിന് മുകളിലാണ്. മാതാവിന്റെ അടുത്ത് പോകുമ്പോൾ മാതാവ് എന്റെ തലയിൽ കൈ വെച്ചാൽ, തലോടി തരികയാണെങ്കിൽ കൈയൊന്ന് മാറ്റി എന്റെ മുടി കേടരുന്ന് ഞാൻ പറയോ? ഇല്ല. അവിടെ അടങ്ങിയിരിക്കും. ആ സ്നേഹത്തോടെ ആ പരുപരുത്ത കൈകൊണ്ട്, അല്ലെ ചുക്കിച്ചുളിഞ്ഞ കൈകൊണ്ട് എന്റെ തലയിലും തലോടിയാൽ എനിക്ക് എന്തൊക്കെയോ കിട്ടിയ പ്രതീതിയാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ഈ 10ാം ക്ലാസ്സുകാരനോ +2 പഠിക്കുന്നവനോ കൗമാരക്കാരനോ മാതാവിന്റെയും പിതാവിന്റെയും സ്പർശനം വേണം. അത് കൗമാരക്കാര് അവർ കുട്ടികൾ വലിയവരായില്ലേ എന്ന് കരുതി നമ്മൾ വിട്ടേക്കരുത്. അപ്പൊ പ്രണയത്തിലേക്ക് കുട്ടികൾ പോകാനുള്ള കാരണവും ഈ സ്പർശനം കിട്ടാത്തത് കൊണ്ടാണ്. നിങ്ങളിൽ നിന്നൊരു നല്ല വാക്ക് കിട്ടുന്നില്ല, നിങ്ങളിൽ നിന്നൊക്കെ കുത്തുവാക്കുകളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടികൾ നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിന് പറ്റുന്ന ആളുകളിലേക്ക് അവർ പോകും. അപ്പൊ കൗമാരക്കാരന്റെ പ്രണയത്തിന്റെ കാരണവും ഈ ഒരു കെയർ മാതാവിന്റെയും പിതാവിന്റെയും ഭാഗത്ത് കിട്ടാത്തതാണ്. അപ്പൊ ചെറിയ കുഞ്ഞ് ഇപ്പൊ പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞാണെങ്കിൽ മിനിമം ആ കുഞ്ഞിനെ നിങ്ങൾ 200 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം തൊടേണ്ടി വരും. തൊട്ടില്ല, 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ തൊട്ടില്ലെങ്കിൽ കുട്ടി കരയും. അപ്പൊ നിങ്ങൾ ഒന്ന് തൊട്ട് തലോടി ഒന്ന് ചേർത്ത് വെച്ചാൽ കുട്ടി ഓക്കെ ആവും. അതായത് 200 തവണയെങ്കിലും ആ ചെറിയ കുഞ്ഞിന് നിങ്ങളുടെ സ്പർശനം ആവശ്യമുണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള സമയത്താണ് ജനാല വഴി, ബാത്റൂമിന്റെ വഴിയൊക്കെ പുറത്തേക്ക് എറിയുന്നത്. അങ്ങനത്തെ മാതാവുണ്ട്. നമുക്ക് നമ്മളെ മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നുള്ള നിലയിൽ നമ്മളെ കുട്ടിയോട് അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് എന്റെ കുട്ടിയെ എനിക്ക് വളർത്തണം, അതിന് എന്ത് ട്രെയിനിങ് എവിടെ കിട്ടുമെന്നൊക്കെ നോക്കി നിങ്ങളിൽ പല ആളുകളും ഉറങ്ങുന്ന, റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ പഠിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോ ടെൻഷൻ അടിച്ചിട്ടൊന്നും വളർത്തേണ്ടതില്ല. വളരെ കൂളാണ്. ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളെ കുട്ടിയെ ഇഷ്ടമാണെന്ന് ബോധ്യപ്പെടുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ബോധ്യമാണ്, പക്ഷെ അത് എന്ത് ചെയ്യൂല, നമ്മൾ കുട്ടിയോട് പ്രകടിപ്പിക്കൂല. സ്നേഹമാണ് ഉള്ളിൽ, പക്ഷെ നമ്മൾ പ്രകടിപ്പിക്കൽ എന്തായിരിക്കും? ദേഷ്യമായിരിക്കും. കുട്ടിയെ കാണാനില്ല. സ്കൂൾ വിട്ടിട്ട് കുട്ടി എത്താറുള്ളത് 4 മണിക്ക്. 5 മണിയായി, 6 മണിയായി, കുട്ടി എത്തുന്നില്ല. ശരിക്കും നമുക്ക് എന്താ വരിക? കുട്ടിയോടുള്ള ഇഷ്ടം കാരണത്താൽ കുട്ടിയെ കാണാത്ത ഭയമാണ് നമ്മുടെ ഉള്ളിൽ വരും. എന്നാൽ കുട്ടി വീട്ടിൽ വന്നിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് 10 മണിയാകുമ്പോ. രാത്രി 10 മണിക്കാണ് കുട്ടി സ്കൂൾ വിട്ടിട്ട് വന്ന് ബെഡ്റൂമില് മൂലയിൽ പോയിട്ട് ഇരുന്ന് ഉറങ്ങുകയാണെന്ന് നമ്മൾ അറിയുന്നു. എപ്പോ? രാത്രി 10 മണിക്ക്. ആ 10 മണി വരെയും നമ്മൾ എന്താ ചെയ്യേണ്ട? ഒരു തുള്ളി വെള്ളം കുടിക്കുവോ? ഇല്ല. വിളിക്കാനുള്ളവരെ മുഴുവൻ വിളിച്ചിട്ടുണ്ടാവും. വീട്ടില് നിങ്ങളുടെ സിസ്റ്റേഴ്സ് മാത്രമല്ല, ബ്രദേഴ്സ് മാത്രമല്ല, നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും. പോലീസും വന്നിട്ടുണ്ടാവും.
അങ്ങനെ രാത്രി 10 മണിക്ക് കുട്ടി കണ്ണും തുറന്നിട്ട് നിങ്ങളെ മുമ്പിലൂടെ വന്നിട്ട് മമ്മീന്ന് വിളിച്ചാൽ ആ കുട്ടിയെ അപ്പൊ നിങ്ങൾ ഡമ്മിയാക്കി മാറ്റും. ആ സൈസ് കൊടുക്കൽ കൊടുക്കും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്നത് കുട്ടിയെ കാണാത്തത് കൊണ്ട് ഭയമാണ്. പക്ഷെ നമ്മൾ ഭയം എന്റെ കുഞ്ഞ് വന്നല്ലോ, ഞാൻ നിന്നെ കാണാനായിട്ട് ആകെ ഭയപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഉടനെ ദേഷ്യമാണ് കാണിക്കുന്നത്. അപ്പോ ഉള്ളിലുള്ളത് എന്താണോ അത് അതുപോലെ കാണിക്കാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സ്നേഹം തുടങ്ങുക. അഭിനയം തുടങ്ങിക്കൊള്ളുന്ന സ്നേഹിക്കാനൊന്നും കഴിയില്ല. കാരണം ഇത് ഇങ്ങനത്തെ സ്വഭാവമുള്ള കുട്ടിയാണ്, നിങ്ങൾ പറഞ്ഞ പോലത്തെ സ്വഭാവം നല്ല കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടിക്കല്ല തകരാറ് എന്ന് ആദ്യം തിരിച്ചറിയാം. തകരാറ് എനിക്കാണ്. കാരണം ഓരോ കുട്ടിയും നിഷ്കളങ്കരായിട്ടാണ് ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വീണിട്ടുള്ളത്. പിന്നെ അവന്റെ സാഹചര്യങ്ങൾ, അവന്റെ മാതാവ് പിതാവ്, അവന്റെ കുടുംബത്തിലെ മുതിർന്നവർ ഇവരൊക്കെ പാടെ കൂടിയ കുട്ടിയെ അങ്ങോട്ട് മാറ്റിയെടുത്തപ്പോ അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു സ്വഭാവം. നമ്മൾ പറഞ്ഞ ഈ ദുസ്വഭാവം അല്ലെങ്കിൽ പരട്ട സ്വഭാവം മലപ്പുറത്ത് പറയണം. ഈ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ നമ്മളൊന്നും അറിയണം. മാതാവായ ഞാൻ, പിതാവായ ഞാൻ ഒന്നും അറിയണം. ഇവിടെ കൂടെയുള്ള അമ്മമാരോട് ചോദിക്കുകയാണ്, കൂടുതൽ നിങ്ങൾ ലേഡീസ് പേര് കണ്ടതുകൊണ്ട് ചോദിക്കുകയാണ്, വിമർശനമായിട്ട് കാണണ്ട. നമ്മളെ കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കണം. മോനെ അല്ലെങ്കിൽ മോളെ, നിനക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചു നോക്കും. ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഈ കൂടുതലുള്ള ഉമ്മമാർക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിങ്ങളിത് ചോദിച്ചു നോക്ക്. നിങ്ങളെ പേര് പറയോ കുഞ്ഞ്, അതോ നിങ്ങളുടെ ആ കുഞ്ഞിന്റെ പിതാവിനെ കുറിച്ച് പറയോ നോക്ക്. 100% എന്റെ അഭിപ്രായം, 100 അല്ലെങ്കിൽ 99% പറയാം. റയറായിട്ടൊക്കെ പിന്നെ പിതാവ് സ്ട്രോങ് ആയ കുടുംബങ്ങളുണ്ടാവും. അതുകൊണ്ട് മാതാവിനെ പറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് 99% കുടുംബങ്ങളിലും പറയാൻ സാധ്യതയുള്ളത് കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പിതാവിനെയാണ്. അപ്പോ ശരിക്കും നമ്മളെക്കാൾ ടെൻഷനുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭർത്താവ് വീട്ടിൽ വന്നിട്ട് മക്കളോടൊപ്പം നന്നായി ചെലവഴിക്കുന്നുണ്ട്. നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ടൈം അവർ തമ്മിൽ കളിക്കും. ഭർത്താവ് കുട്ടികൾ തമ്മിൽ കളിക്കും. നമുക്കാണെങ്കിലോ അടുക്കളയിൽ ഇഷ്ടംപോലെ പണികളാണ്. അപ്പൊ അതിനിടയിൽ വന്നിട്ട് കുട്ടീനെ പഠിപ്പിക്കണം, അത് നോക്കണം, ഇത് നോക്കണമെങ്കിൽ നമ്മൾ ടെൻഷൻ കയറാണ്. ടെൻഷൻ കയറിയാല് നിങ്ങളെ കിഡ്നിയാണ് പോവുക. ടെൻഷൻ കയറിയ കിഡ്നി പോകും, അറിയില്ല. അങ്ങനെയാണ്. ടെൻഷൻ കയറിയാൽ ദേഷ്യം കയറും, ദേഷ്യം കയറിയാൽ കിഡ്നി പോകും. എപ്പിനെഫ്രിൻ, കോർട്ടിസോൾ, 2 ഹോർമോൺ നമ്മളെ കിഡ്നിയുടെ പരിസരത്ത് ഉത്പാദിപ്പിക്കപ്പെടും. അപ്പോ അതുണ്ടായാൽ ഉത്പാദിപ്പിക്കുന്ന ദേഷ്യം കൂടിക്കൊണ്ടിരിക്കും, നമ്മളെ കിഡ്നി ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ കുടുംബത്തിലൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന കുറെ രോഗികളുണ്ട്. അവരെ ഒന്ന് അന്വേഷിച്ച് അവരെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. 6 മാസം മുമ്പോ 1 മാസം 1 കൊല്ലം മുമ്പൊക്കെ അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു നോക്കിയാൽ മതി. അമിതമായ ദേഷ്യമുള്ള ആളുകൾ കിഡ്നി ഫെയിലിയർ ആയിട്ട് പിന്നെ ഡയാലിസിസിലേക്ക് പോകേണ്ടി വരും. അപ്പോ ദേഷ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഉടനെ നിങ്ങൾ തിരിച്ചറിയാം, എന്റെ കിഡ്നി. ഭർത്താവിന്റെ കിഡ്നി പോവുകയാണെങ്കിൽ ചിലപ്പോൾ കൊടുക്കാൻ നിങ്ങൾ ഭാര്യമാർ തയ്യാറായേക്കാം. പക്ഷെ നിങ്ങളെ കിഡ്നി പോയാൽ നിങ്ങളെ ഉമ്മാന്റെ കിഡ്നി അല്ലാതെ വേറെ ആരും കിട്ടൂല എന്നുള്ള ചിന്ത വേണം. പിന്നെ ഞാൻ മലപ്പുറം സ്റ്റൈലിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അന്ന് പറഞ്ഞാൽ മതി. മനസ്സിലാവാത്ത ഭാഷ ഉണ്ടെങ്കിൽ, കാരണം കുറെ ജില്ലയിലുള്ള ആളുകളിലുണ്ട് എനിക്കറിയാം. അപ്പോ മലപ്പുറം സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്റെ ധാരണ. ഇല്ലെങ്കിൽ ഇതേപോലെ ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. താങ്ക് യു. അപ്പൊ പറഞ്ഞു വന്നത്, സ്നേഹത്തോടെ കുടുംബത്തെ കൈകാര്യം ചെയ്യും. കൈകാര്യം ചെയ്യും, അല്ലാതെ കൈകാര്യം ചെയ്യുന്ന പരിപാടി മാറ്റി. അതിലൊന്ന് നമ്മൾ പഠിപ്പിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞല്ലേ. നമ്മളാണ് കുട്ടീനെ പഠിപ്പിക്കുന്നത്. കുട്ടീന്റെ LKG മുതൽ LKG പഠിപ്പിക്കാൻ ചേർത്തിട്ടേ ഉള്ളൂ. പക്ഷെ ടീച്ചർ തരുന്ന വർക്കുകളൊക്കെ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആള് ഞാനാണ്. കുട്ടിയെ 1ാം ക്ലാസ്സിൽ ചേർത്തിട്ടുള്ളൂ. കുട്ടിക്ക് വെട്ടാനും കട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ആൾ അധ്യാപകനല്ല, ഇപ്പൊ ഞാനാണ്, ഉമ്മയായ ഞാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ കുട്ടിയെ നോക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാ പണികളും ഞാൻ ചെയ്യണം. അപ്പൊ എനിക്ക് സ്വാഭാവികമായും ദേഷ്യം കൂടും. അപ്പോ 1ാമത്തെ ദിവസം നിങ്ങൾ കുട്ടിയെ മടിയിലിരുത്തി, 1ാം ക്ലാസ്സിലെ കുട്ടിയാണ്, ആ കുട്ടിക്ക് ഒരുപാട് പേപ്പറുകൾ വെട്ടാനും ഒട്ടിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ 1ാം ദിവസം നിങ്ങൾ മടിയിലിരുത്തി സിസർ കത്രിക കയ്യിൽ കൊടുത്തിട്ട് കട്ട് ചെയ്യിക്കുന്നു. കുട്ടിയെ കൊണ്ട് കട്ട് ചെയ്യിക്കുന്നു, കുട്ടിയെ കൊണ്ട് ഒട്ടിക്കുന്നു. യെസ്, അവനും അയാളുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ അയാളുടെ മേൽനോട്ടത്തിൽ നിങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ മേൽനോട്ടത്തിൽ അയാൾ ചെയ്യുന്നതല്ല, അയാളുടെ മേൽനോട്ടത്തിൽ നിങ്ങൾ ചെയ്യും. 2ാമത്തെ ദിവസം നിങ്ങളുടെ മേൽനോട്ടത്തിൽ കുട്ടി ചെയ്യുന്നു. 3ാമത്തെ ദിവസം മുതൽ നിങ്ങൾ മാറി നിൽക്കുന്നു, കുട്ടി സ്വന്തമായി ചെയ്യും. അല്ലാതെ 1ാമത്തെ മാസം കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു,
ആഗസ്റ്റിലേക്ക് പോകുന്നു എന്നും അടിയും വഴക്കുമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ കുട്ടി നിങ്ങളെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന് കുട്ടി പിന്മാറും. കുട്ടിയെ നമുക്ക് വളർത്തുകയാണ് നമ്മുടെ ലക്ഷ്യം, തളർത്തുകയല്ല. അതുകൊണ്ട് മാതാവായ ഞാൻ, കുട്ടിയുടെ പിതാവായ ഞാൻ കുട്ടിയെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട. കുട്ടിയെ പഠിപ്പിക്കാൻ സ്കൂളിലോ മദ്രസയിലോ അല്ലെങ്കിൽ കലാലയങ്ങളിൽ അധ്യാപകരെ അവരെ നിയമിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ ഗവൺമെന്റ് നിയമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാനേജർ നിയമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാനേജ്മെന്റ് നിയമിച്ചിട്ടുണ്ടാവും. നമ്മൾ കുട്ടിയുടെ പഠനം ഏറ്റെടുക്കേണ്ട, ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നല്ലാതെ കുട്ടിയെ അടിച്ചിട്ടും ഇടിച്ചിട്ടും വേണ്ട. നമ്മൾ അതിൽ നിന്ന് പിന്മാറുന്നു. കാരണം അധ്യാപകനാണ് ഞാൻ. അധ്യാപകനായ എന്നോട് എൻ്റെ അധ്യാപകൻ HM പറഞ്ഞ വാക്കുണ്ട്. എൻ്റെ ചെറിയ മോന് എൻ്റെ ക്ലാസ്സിൽ പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ മാഷ വേണ്ട മാഷ്, കുട്ടി അടുത്ത ഡിവിഷനിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അവന് താല്പര്യമാണെങ്കിൽ ഇരുന്നോട്ടെ. വേണ്ട മാഷെ, നിങ്ങളെ കുട്ടിക്ക് നിങ്ങളെയും നഷ്ടമാകും, കുട്ടിക്ക് നിങ്ങളെയും നഷ്ടമാകും, കുട്ടിക്ക് എനിക്ക് കുട്ടിയെയും നഷ്ടമാകും, കുട്ടിക്ക് എന്നെയും നഷ്ടമാകും. മാത്രമല്ല ക്ലാസിന്റെ ഡിസിപ്ലിൻ നിങ്ങൾക്ക് നഷ്ടമാകും. സത്യമാണെന്ന് ബോധ്യമായത് എന്താണെന്ന് വെച്ചാൽ അവൻ ഒരു ദിവസം ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു വന്നിരുന്നു. കാരണം ഇവിടെ ചിരിയും കളിയുമായപ്പോൾ അവനും കൂടി. പക്ഷെ ഞങ്ങൾ കണക്കിലാണെങ്കിൽ കണക്കിന്റെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ എല്ലാ ഹോംവർക്കുകൾ കൊടുക്കും. ഒരു ദിവസം ഞാൻ ഹോംവർക്ക് നോക്കാൻ മറന്നു, അവൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുട്ടികൾ ബാക്കിയുള്ള കുട്ടികൾ പറഞ്ഞതെന്താ അറിയോ, മാഷ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇന്ന് മാഷ ഹോംവർക്ക് ചോദിച്ചില്ല. അതായത് ക്ലാസിന്റെ ഡിസിപ്ലിൻ എനിക്ക് നഷ്ടമായി നടത്തും. സ്വന്തം മക്കളാണെങ്കിലും എല്ലാ ട്രെയിനിങ് ഉണ്ടെങ്കിലും ശരി, കുട്ടിയുടെ പിതാവും മാതാവും ഞാനായാൽ മതി, ആ കുട്ടിയുടെ പ്രിൻസിപ്പാളും HM ഞാനാവണം. അങ്ങനെ ആയാൽ ആ കുട്ടി പഠനത്തിൽ നിന്നും പിന്മാറുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ടെൻഷൻ ഏറ്റെടുത്തിട്ട് ടീച്ചർമാരെ മെസ്സേജ് തരും, എന്ത് കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ പഠിക്കണ്ട, അവിടെ പഠിപ്പിക്കാൻ പ്രയാസമാണെങ്കിൽ നമുക്ക് വേറെ സ്കൂളിലേക്ക് മാറ്റാമെന്ന് മാത്രം നിങ്ങൾ മെസ്സേജ് കൊടുത്താൽ മതി. അപ്പോൾ ആ കുട്ടിയും പഠിക്കും. കാരണം ഫ്രണ്ട്സ് എന്നൊക്കെ സർക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെ വാല്യൂ ഉള്ളതാണ്. ചങ്ങാതിമാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ ബന്ധമുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ആ സ്കൂൾ മാറ്റുന്നൊക്കെ പറഞ്ഞാൽ അത് ടീച്ചറോട് പറഞ്ഞാൽ മതി, കുട്ടിയെ കേൾപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് മാത്രം. കുട്ടിയോട് നമ്മൾ തർക്കിക്കുന്നില്ല, നമ്മൾ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവുക. അത് ചെറിയ ഒരു വയസ്സായ കുഞ്ഞായാലും നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ ജസ്റ്റ് ഒരു ഫ്രണ്ടായി മാറി നോക്കി നിങ്ങളെ മനസ്സ് വളരെ ശാന്തമാണ്. അപ്പോ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മൾ. ആദ്യം റെസ്പെക്ട് കുട്ടിയുടെ പിതാവിന്, ആദ്യം റെസ്പെക്ട് കുട്ടിയുടെ മാതാവിന്, പിന്നെ റെസ്പെക്ട് ഓരോ കുട്ടികളെയും ബഹുമാനം നമ്മൾ കൊടുക്കാൻ തുടങ്ങുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള കാരണവന്മാരായ ആളുകളെ പരിപാലിക്കുന്നത് അന്ന് അവർ വളർത്തിയ കുഞ്ഞു മക്കളാണ്. ഇവരോട് നമ്മൾ കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കയർത്ത് സംസാരിക്കേണ്ട സാഹചര്യം നമുക്ക് തന്നിട്ടുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കും ഈ പ്രപഞ്ചത്തിൽ തിരിച്ചു വരാതെ നമ്മൾ ഈ മണ്ണിന്ന് പോകില്ല. അത് നമ്മൾ മക്കളോട് പറയുകയാണെങ്കിലും ശരി, മുതിർന്നവരോട് പറയുകയാണെങ്കിലും ശരി, മറ്റൊരാളിൽ നമുക്ക് കേൾക്കാം. അപ്പൊ മക്കളുടെ കാര്യം നോക്കുമ്പോൾ നാളെ നമ്മളെ സ്നേഹത്തോട് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ ഒക്കെ ഞാൻ പറയുന്ന ഗൗരവം കൃത്യമായി മനസ്സിലാവും. നമുക്ക് നമ്മളുടെ ഏറ്റവും പ്രധാനമാണല്ലോ 1, 2 വേസ്റ്റുകളൊക്കെ, നമ്പർ 1, നമ്പർ 2 വേസ്റ്റുകളൊക്കെ ഇത് നമ്മൾക്ക് കൊണ്ട് ടോയ്ലറ്റിൽ പോയി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി അതിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ നമ്മൾ കിടപ്പ് രോഗികളാണ്. എന്നിട്ട് ആരാണിത് എടുത്തു കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചാൽ നല്ല ബുദ്ധിയും സ്വബോധവുമുള്ള ആളുകളാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ തന്നെ അസ്വസ്ഥമായി തോന്നുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുഞ്ഞിൻ്റെതാകുമ്പോ അതിന് ഈ പറയപ്പെട്ട വേസ്റ്റ് നമ്പർ 2 സ്മെല്ല് ഉണ്ടെങ്കിൽ ഒരു പരിധി ഉണ്ടാവും. എന്നാൽ നമുക്ക് പ്രായമേറുന്ന സമയത്ത് ഇതിനൊക്കെ വല്ലാത്ത ദുർഗന്ധമാണ് ഉണ്ടാവുക. അന്ന് നമ്മളെ കുഞ്ഞ് ഒരു അറപ്പും കൂടാതെ ഇതെല്ലാം എടുത്തു മാറ്റണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ആ കുഞ്ഞിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ടായി നമുക്ക് മാറണം. നിങ്ങളെ കൊണ്ട് കഴിയും. നമുക്ക് 1ാമത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കൃത്യം 3:30 സമയം കഴിയുന്നു. ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, ഗ്രൂപ്പിന് ഉപയോഗപ്പെടുത്താം. ക്ലാസ്സിന് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന് നിങ്ങളെ മക്കളിൽ നിന്നാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത്. നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തരാം.
പക്ഷെ നിങ്ങളുടെ മക്കൾ പറയണം യെസ്, ഈ ക്ലാസ്സിന് ശേഷം എന്റെ ഉമ്മച്ചി എന്റെ ഉപ്പച്ചി മാറിയിട്ടുണ്ട് എന്ന് അവര് നമുക്ക് സർട്ടിഫിക്കറ്റ് തരണം. അതാണ് നമ്മുടെ 10 ദിവസം കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു മാതാവിനെ നമുക്ക് കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.